തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ചുള്ള എക്സിബിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ബാഗ് നമ്മുടെ പ്രണവ് മോഹൻലാൽ ഇട്ട് കിടന്ന് കാണാൻ പറ്റും. അപ്പോ ഇവിടെ സി കേരളത്തിലെ ആക്ടറും കൂടിയാണ് അല്ലേ? സീരിയലിലെ ചെടിയെ പിടിക്കുന്ന പശ ചെടിയെ പിടിക്കുന്ന പശ മാറ്റാണ് തോന്നുന്നുണ്ടല്ലേ? ആ നല്ല രസമുണ്ട്. നമ്മൾ ഈ ഹാളിലൊക്കെ ഇടില്ലേ, ഹാളിൽ വിരിക്കുന്ന, എന്നിട്ട് ഈ പൊടിയൊക്കെ അതിനടിയിടും, പശത്തിൽ എടുത്ത് കളയും അങ്ങനെയൊക്കെ. അങ്ങനെ അത് കാരണം എന്താ വെച്ചാൽ ഓഗിയോ ക്രോസ് കാർട്ടൂൺ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലങ്ങനെ പറയണ്ട ഓഗി ഭയങ്കര കോമഡി. നല്ല രസം. അതുപോലെ തന്നെ നമ്മള് കണ്ടതന്നെ എൻട്രിയിൽ തന്നെ ഫുള്ളായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ നിന്ന് പറഞ്ഞില്ല, ഞാൻ ഫസ്റ്റ് കയറി വരുമ്പോൾ പറഞ്ഞില്ലേ റൗണ്ട് ഈ സാധനം സ്റ്റൂളും ഇട്ടിരിക്കുക, നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ ചൂരൽ കസേര പിടിക്കാൻ കിട്ടും, അതിലൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ടിരിക്കുന്നു. കൊള്ളാം. ഇത് നമ്മുടെ ഈ ഇതല്ലേ നമ്മുടെ കിച്ചണിലൊക്കെ അതാണ് കിച്ചണിൽ പാചകം ചെയ്യുമ്പോ അല്ലേ, പാചകം ഷെഫൊക്കെ വെക്കുന്ന ഐറ്റം കൈയിന് മേലേക്ക് അവതരിക്കാനുള്ള സംഭവം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ആ ഭാഗം കൊറേ അവിടെ നിന്നൊക്കെ ഇറങ്ങി. അതെ, ആ ഭാഗത്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുറച്ച് കറങ്ങി തന്നെ അങ്ങോട്ട് ഇറങ്ങി അത് കൂടെ പോണത്. ഇവിടെ വലിയ ആൾക്കാർ, കുട്ടികൾക്ക് വലിയ ആൾക്കാർക്കുള്ള വുമൻസിനൊക്കെ വലിയ ചുരിദാറുകള്, അതുപോലെ ടോപ്പ്, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ പാന്റുകള്, സംഭവങ്ങള്, പാന്റ്, പലാസ പാന്റ് എന്നൊക്കെ ഇവിടെ മൊത്തം ഞാൻ പറഞ്ഞല്ലേ വുമൻസിന്റെ നൈറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. പലാസ അങ്ങനെയുള്ള ഐറ്റംസുകള്, പാവാടകള് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ കറങ്ങി നമുക്ക് എല്ലാത്തിനും ഫിക്സഡ് റേറ്റ് ഉണ്ട് 200 രൂപ. ഇത് ട്രാവസർ ആണല്ലോ. അതെ അതെ അതെ, അതെ കാണാം. ഇവിടെയൊക്കെ അങ്ങനത്തെ ഐറ്റംസുകളാണ്. പാന്റ്, ജീൻസിന്റെ പാന്റ്, അതുപോലെ തന്നെ വീട്ടിലിടാൻ പറ്റുന്ന പാന്റാണ്. പലതരത്തിലുള്ള പാന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാട്ടോ, അടിപൊളി. ഇവിടെ മൊത്തം അങ്ങനത്തെ ഐറ്റംസുകളും കാര്യങ്ങളൊക്കെയാണ്. അക്കോബയുടെ കേട്ടോ. അക്കോബയിൽ വരുന്ന ഐറ്റംസ് ആണ്. അക്കോബയിൽ വരുന്ന പാവാടകളാണ് അക്കോബ. അതെ, അവിടെ കണ്ടില്ല, അവിടെ ടോപ്പുകളും കാര്യങ്ങളൊക്കെ, ടോപ്പുകളാണ്, കൽവർക്ക് ചെയ്തു. അതെ, ഇത് പിന്നീട് കിടന്നു കഴിഞ്ഞാല് ചുരിദാർ മെറ്റീരിയലും ഷാളുകളുമാണ്. സെപ്പറേറ്റ് മെറ്റീരിയലാണ് അതൊക്കെ. കൊള്ളാല്ലേ? അത് മെറ്റീരിയൽസ് അല്ലേ? ഞാൻ അത് ഇങ്ങനെ വെച്ചപ്പോ കണ്ടത് ശരിക്കും അത് ഉണ്ടാക്കി വെച്ചോ അല്ല, സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആണ്. അതില് രാധാകൃഷ്ണന്റെ പടം അങ്ങനെയൊക്കെ ഉണ്ട് ഇതിലുണ്ടോ, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ കിട്ടും. ഒക്കെ മറ്റേ ഹിന്ദിക്കാരാണ് കേട്ടോ അതിന്റെ മെയിൻ എല്ലാ കാര്യവും. കാരണം എന്താണെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഏറ്റവും കൂടുതൽ സ്റ്റാൾ ഇടുന്നത് അവരുടെ ആൾക്കാരാണ് ഉണ്ടാവുക. കാരണം അവരുടെ നാട്ടിലാണ് ഇതൊക്കെ ഉൽപാദനം കൂടുതലായിട്ടുള്ളത്. അത് മാത്രല്ല, ഇവര് പ്രത്യേകം എന്തൊരു കളറാന്ന് അറിയാം. നല്ല കളർ, ഗോൾഡൻ, ചുവപ്പും, മഞ്ഞ, നീല, എല്ലാ കളറും ഉണ്ട്. അതെ, ഫുള്ള് ഇതൊക്കെ ഓക്കെ. ബാഹുലി ഗോൾഡൻ, അത് തന്നെ നല്ലൊരു ഭംഗി തന്നെയാണ് കാണാൻ. സത്യം പറഞ്ഞു അവരിതൊക്കെ നോക്കിയേ. മീന്, പിന്നെ മീന് തലയിൽ വെച്ച് ഷാളാണ്. ഷാളാണ്. ഷാള് കണ്ടു ഒന്നിച്ചിടുന്നില്ലേ ഷാളുകള്? പോലെ ഷാളുകൾ. കൊള്ളാം, അടിപൊളി. ഇവിടെ ചേട്ടാ ഇതെങ്ങനെ റേറ്റ് വരുന്നത്? ഈ ഷാളാണോ അത്? സാരിയാണല്ലേ? ഓക്കെ, സാരിയാണ് കേട്ടോ, ഷാളല്ല. സാരി എങ്ങനെ റേറ്റ് ചേട്ടാ അതിന്റെ? 1000 rupees സ്റ്റാർട്ടിംഗ് പ്രൈസ്. അങ്ങനെ എത്ര? 1000 സ്റ്റാർട്ടിംഗ് പ്രൈസ്. 1000 രൂപ ആണ് स्टार्टिंग प्राइस। हैंडमेड होते हैं मैडम, हैंडलूम प्रोडक्ट ആണ് ഇത്. ये हमारे बिहार का सबसे ट्रेडिशनल आर्ट होता है, मधुबनी आर्ट साड़ी। ബീഹാറിലുള്ള ട്രഡീഷണൽ സാരി. ഓൾ ഡിസ്പ്ലേ കോട്ടൺ സാരി. സ്റ്റാർട്ടിംഗ് പ്രൈസ് 1000 രൂപ മുതലാണ് സാരികൾക്കൊക്കെ വരുന്നത്. പിന്നെ അത് ഈ ഹാൻഡ് മെയ്ഡ് ആണല്ലേ? കോട്ടൺ സിൽക്ക് ആണ് സാരി വരുന്നത്. സാരിയാണ് കേട്ടോ, ഞാൻ നേരത്തെ ഷാളല്ല സാരിയാണ് സാധനം. മറ്റേ എന്താ പറയുക, ഹാൻഡ്ലൂമിലാണ് വരുന്നത് കേട്ടോ. ഹാൻഡ്ലൂമിലാണ് ഈ ഇത് കണ്ടോ, ഹാൻഡ്ലൂമിൽ വരുന്ന ഐറ്റമാണ് ഈ സാധനങ്ങൾ. മുന്താണി ഭാഗം അല്ലേ? ഇതിന്റെ ഈ സാരികൾ ഉണ്ടല്ലോ, അതിന്റെ ഡിസ്പ്ലേ ആണ് നമ്മുടെ ഈ പുറകില് ഈ ഭാഗത്തായിട്ട് വെച്ചിരിക്കണം എന്നാണ് ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ല, ചൈന ഡിസ്പ്ലേ എന്നല്ലേ പറഞ്ഞ ചേട്ടൻ? മൊത്തം
മംഗൽപൂർ സിൽക്സ് ആണ് ഈ കാണുന്നത് മൊത്തം. കൊള്ളാം, അടിപൊളി ഐറ്റംസ് ആണ്. ഇവിടെ വന്നാൽ നമുക്ക് അടിപൊളി സാരീസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും. സാരി സ്റ്റാർട്ടിങ് 1000 രൂപയാണല്ലേ? 850 സ്റ്റാർട്ടിംഗ് പ്രൈസ്. 850 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സാരികൾ കേട്ടോ. 850 രൂപയില് ഇപ്പൊ നമ്മൾ കണ്ട സാരി 1000 രൂപയുടെ റേഞ്ചുള്ള റേഞ്ച് വരുന്നതാണ്. സാധാ സാരികളൊക്കെ 850 സ്റ്റാർട്ട് ചെയ്യുന്ന സാരി. അതെ അതെ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇവിടെ വരുന്നവര് ഇവിടെ കേറുക. നല്ല നല്ല സാരികളും നല്ല സാരികളൊക്കെ കാണാം. അടിപൊളിയായിട്ട് അവിടെ പോയി നോക്കാം. ഇവിടെയൊക്കെ ആയുർവേദമായിട്ടുള്ള സംഭവമാണ്. ഔഷധവും കാര്യങ്ങളൊക്കെയാണ്. ഔഷധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് എന്ത് സാധനം? ഇത് റോസ്മെരി. റോസ്മെരി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കായാണ്? കായ, ചെടിയുടെ ഇലയാണിത്. ധാരാളം ഗുണങ്ങളുള്ളതാണ്. മരുന്ന്. അതെ അല്ലേ? വെള്ളം തിളപ്പിച്ച് കുടിക്കുക. ഒരു കപ്പ് വെള്ളത്തിൽ 2 സ്പൂൺ ഇട്ട് നല്ലപോലെ തിളപ്പിക്കുക. ആയുർവേദപരമായിട്ട് ജീവിക്കണമെങ്കിൽ നല്ല സ്പ്രേ ചെയ്യുക. ഇവിടെ വന്നാൽ മതി. ആയുർവേദപരമായിട്ടുള്ള എല്ലാ സാധനവും നല്ല രീതിക്കുള്ള സൂപ്പർ സാധനങ്ങൾ കിട്ടും. അല്ല റോസ്മെരി എന്ത് സംഭവം? അത് റോസ്മെരി എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുടെ ഇലയാണത്. അത് ഉണക്കി വരുന്നതാണ്. അപ്പൊ ആ സാധനം നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു 1-2 സ്പൂൺ വെള്ളം തിളപ്പിക്കാനായിട്ട്, എന്നിട്ട് അത് ചൂടാറി കഴിഞ്ഞാൽ അത് ഒരു സ്പ്രേയിലെടുത്ത് നമ്മൾ തലയിൽ സ്പ്രേ ചെയ്യും. നല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഐറ്റം ആണെന്ന് പറഞ്ഞ സാർ. ഒരു പാക്കറ്റ് 60 രൂപേന്റെ വില കേട്ടോ. കൊള്ളാം. ഇവിടെ തന്നെ നമ്മുടെ കാറ് വാഷ് ചെയ്യാനുള്ള സെറ്റപ്പും പരിപാടിയൊക്കെ ഉണ്ട്. കാറ് വാഷ് ചെയ്യാനുള്ളതല്ല, അങ്ങനത്തെ സാധനങ്ങള് കാറ് വാഷ് ചെയ്യാനുള്ള അങ്ങനത്തെ ഐറ്റംസുകളാട്ടാ. അങ്ങനത്തെ നിലം തുടക്കാനുള്ള, നിലത്തിലെ പൊടിയൊക്കെ വലിച്ചെടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇത് ഇവിടെ തന്നെ കിട്ടും. ഇത് ഒരുപാടുണ്ട് അല്ലേ? അത് ഇഷ്ടം പോലെ ഉണ്ട്. ആൾക്കാര് ഷീറ്റുകള്. അതെ, ഷീറ്റുകള്. ഇതും അതേപോലെ തന്നെ ആയുർവേദിക് സ്കിന്നിന്റെ ആയുർവേദത്തിന്റെ ഐറ്റംസുകളാണ്. നീര, മുടി കൊഴിച്ചൽ, വ്യക്തികറുപ്പ് സംഭവം. എങ്ങനെയാണ്? പേന. ഇതെന്ത് സാധനം? ഫേഷ്യൽ സോപ്പ്. ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ്. കുളിക്കുന്ന സോപ്പിന് വരെ ഈ സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ടാൻ കരിവാട് മാറിക്കിട്ടും. അത് കൊള്ളാട്ടോ. റെഡ് സാൻഡൽ ക്രീം. രണ്ട് ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ഉണ്ട്. അത് കൊള്ളാട്ടാ. 4 മാസം 4 മാസം ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ ആ കഴുത്തിന് നടുവിലുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ജെല്ല് അപ്ലൈ ചെയ്യാം. ഇത് രാത്രിയിൽ അപ്ലൈ ചെയ്യാം. ഇത് കറ്റാർവാഴ, തുളസി, വേപ്പില, മഞ്ചേരി. ഇത് രാത്രി സോപ്പിട്ട് മുഖം കഴുകിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങുക. രാവിലെ എണീറ്റ് കഴിക്കുന്നത്. ആദ്യത്തെ 15 ദിവസം കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിന് നാട് വരുന്ന കറുത്ത പാടുകൾ, കരിമംഗല്യം, മുഖക്കുരുവിന്റെ പാടുകൾ, കഴുത്തിന് നാട് വരുന്ന കറുത്ത പാടുകൾ, മുഖത്തിൽ മൊത്തത്തിലുള്ള ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്. ഇവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ സ്കിന്നിന് വ്യത്യാസം. വെയിൽ കൊള്ളണില്ലേ ഇവിടെ? മാറ്റാനുള്ള നമ്മൾ ദിവസം കുളിക്കുന്നുണ്ടല്ലോ ചെടി മാറാൻ. അതെ അതെ. എന്ന് പറഞ്ഞ പോലെ ദിവസം ടാൻ റിമൂവ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ സ്കിന്നിന് കട്ടി വരും. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ്. ഈ ചെറിയ മോക്കുരുവിന്റെ ഇതൊക്കെ 6 മാസം ഉപയോഗിക്കാം. 15 ദിവസം ഇതൊക്കെ ഉപയോഗിച്ചാൽ മതി. ഇതേപോലത്തെ മോക്കുരു. അതെ, കൊള്ളാം. എന്തായാലും അടിപൊളിയാണ്. സൂപ്പർ സെറ്റും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. അതെ, സൂപ്പർ ആയിട്ടുള്ള നല്ല നല്ല രസമുണ്ട് കാണാം അല്ലേ? അടിപൊളി. കർണാടക സൂപ്പർ. നോക്കണം. കർണാടക എങ്ങനെയാ റേറ്റ് വരുന്നത്? 60 ഏതാ? പിള്ളേർക്കേ പറ്റുള്ളൂ. ഇതൊക്കെ എത്ര വരിക? ഇത് 150, ഇത് 100. അതെന്താ വില? അതെന്താ വില? അത് അറബ്. ഇത് അത് 100 അല്ല 150. 150 ആണല്ലേ? 60-ന്റെ 70-ന്റെ എന്തെങ്കിലും ഇങ്ങനത്തെ കണ്ണാടല്ലേ? അതൊക്കെ ചെറുതാവും. ഇതൊക്കെ ഇല്ല അല്ലേ? ചെറുതായ ഐറ്റംസ്. ഒറ്റയ്ക്കല്ല മോൻ? അച്ഛനമ്മക്ക് എന്ത്? അച്ഛന്റെ സ്റ്റാളാണ് ചപ്പാത്തി. അതെ അല്ലേ? ഈ കണ്ണട 100 രൂപ. 100 രൂപയ്ക്കുള്ള. പക്ഷെ ഇത് നമ്മളെ എന്തിരൻ വെച്ച പോലെ. അത് വേണ്ട, എന്തിരനെ പോലെ. പക്ഷെ നിന്റെ ഫേസിന് ക്യൂട്ടായിട്ടുള്ള കണ്ണട ഏതാണെന്നറിയോ? നിന്റെ ഫേസിന് ക്യൂട്ടായിട്ടുള്ള കണ്ണട ഇതൊന്ന് വെച്ച് നോക്കിയ. ഇത് നമ്മുടെ ഉണ്ട്. നല്ല ക്യൂട്ടാണത്. എനിക്ക് ഇത്
ആ കണ്ണട കണ്ട ഇതാ ഇത് കൊള്ളു ആ കണ്ണട. അതല്ലേ അതാ സ്ഥാനപ്പെട്ടിരിപ്പുണ്ടാവും അല്ല അതൊരു ഒരു ആഷ് കളറാണ്. അതല്ലേ കൊള്ളാട്ടോ. അപ്പൊ ഇവിടെ കണ്ണടകള് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കണ്ണടൊക്കെ ഇവിടെ തഗ് കണ്ണടകളൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ. ഇതെന്താ വില? 100 ഉള്ളു. ഇതൊന്നും കാണാനില്ലടാ. ആ ഇങ്ങനെ വെക്കണം അല്ലേ? തഗ് കണ്ണടകൾ, കൊള്ളാം. തഗ് കണ്ണടകളൊക്കെ ഇവിടെ കിട്ടും. ഇത് എത്ര വില? 100 രൂപ. കൊള്ളാം. ഈ ബ്രോന്റെ കടയിൽ നിന്ന് നമ്മളൊരു കണ്ണട വാങ്ങിച്ചു. 100 രൂപ. 100 അല്ലേ? എന്നിട്ട് പേര് രാഹുൽ. എത്രയിലാ പഠിക്കുന്നത്? ഇനി 6ലേക്കാ പോണത്. ഓക്കെ, അടിപൊളി, കൺഗ്രാചുലേഷൻ. അപ്പൊ 100 രൂപയ്ക്ക് കണ്ണട വാങ്ങിച്ചു. ഇഷ്ടപ്പെട്ടു. അവര് കണ്ണട മേടിച്ചു നീരൂട്ട. എന്തായാലും ഇനി കണ്ണട വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വിടുന്നത്. കൊറേ ആൾക്കാരുണ്ട്. ചമ്മലി പോലെ അവിടെ അല്ലേ? ചമ്മലി പോലെ നമ്മള് ഇവിടേക്ക് വന്നു. ഇവിടെ കൊള്ളാം. ഇവിടെ ആരോഗ്യ രക്ഷയ്ക്ക് നാട്ടുവൈദ്യങ്ങളാട്ടോ. അത് കൊള്ളാം. ആരോഗ്യ രക്ഷയ്ക്ക് നാട്ടുവൈദ്യം. അതെ, ഇവിടെ ചപ്പാത്തി മേക്കർ അങ്ങനത്തെ ഐറ്റംസുകളാണ്. കൊള്ളാം. ഇവിടെ നമ്മൾ കണ്ട പോലത്തെ വടിവാള് സംഭവങ്ങളും കത്തി സാറേ മൾട്ടിപർപ്പസ്. അതുപോലെ കട്ടിയുള്ള 7up പെപ്സി കൊക്കോളന്റെ ബോട്ടിൽ എടുക്കാനും ജസ്റ്റ് എയർ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തതിനൊക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് സ്പ്രേ ചെയ്യാനൊക്കെ പറ്റും. പ്ലാവിന് മാവിനൊക്കെ മരുന്നടിക്കണമെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ മേലേക്കാ പോകും, താഴേക്ക് വരില്ല. കേട്ടോ, അടിപൊളി. അതുപോലെ കാറിന് ബൈക്കിനൊക്കെ ഷാമ്പു അടിക്കാനൊക്കെ പറ്റും. സൂപ്പർ ഐറ്റംസ്. അത് കൊള്ളാം. അവതരണ ഷോട്ടിങ്. ഇവിടെ സ്വീറ്റ്സ്, അലുവ അല്ലെ? അലുവകളൊക്കെ കോഴിക്കോടൻ അലുവ. കോഴിക്കോടൻ ഹലുവ. കോഴിക്കോടൻ ഹലുവ ഇവിടെയൊക്കെ അതെ, വെറൈറ്റി ആണ്. ചക്കണ്ട്, മാങ്ങണ്ട്, തേങ്ങണ്ട്, ആപ്പിളിന്റെ, മുന്തിരിന്റെ, പൈനാപ്പിളിന്റെ എന്താന്ന് വെച്ചാൽ അത് കലക്കി. ചക്ക, മാങ്ങ, ആപ്പിള്, പൈനാപ്പിൾ ചിരിക്കും ഉറപ്പാ. അടിപൊളി, സൂപ്പർ. നമ്മുടെ കോഴിക്കോടിന് അലുവേട്ടത് ഒരുപാട് എന്താ പറയാ വെറൈറ്റി അലുവകളാണ് ഇതൊക്കെ. എന്തായാലും ബ്രോ സൂപ്പർ ആട്ടാ, അടിപൊളി, നല്ല അടിപൊളി. അപ്പൊ ഇവിടെ ആൾക്കാർ വരുമ്പോ ഇവിടെ വന്നു കഴിഞ്ഞാല് നല്ല തരം അലുവകൾ കിട്ടും നമുക്ക്. ഏത് മോഡൽ അലുവ ആണെങ്കിലും ഏത് നല്ല ടേസ്റ്റുള്ള അലുവയാണ്. അടിപൊളിയാണ്. ചിരിച്ചു. അടിപൊളി അലുവ, സൂപ്പർ അലുവ, അടിപൊളി അടിപൊളി സൂപ്പർ അലുവായിരുന്നു. അതെ, അതേപോലെ സംഭവം ചവിട്ടിയില്ല നമ്മുടെ. ഇത് മറ്റേ നമ്മുടെ ഇതൊക്കെ ഇല്ലേ, ഫാൻ ക്ലീനിങ് കാര്യങ്ങളൊക്കെ, ആ സംഭവമാണ്. ചവിട്ടിയാണ് അല്ലേ? വരില്ല, അങ്ങനെ ഉപയോഗിക്കുന്ന റബ്ബർ മാറ്റ്. അതെ അല്ലേ? ഓക്കെ, കൊള്ളാം കേട്ടോ, നല്ല റബ്ബർ ഉണ്ടായിരുന്നില്ല. എനിക്ക് അന്ന് മിമിക്രിക്ക് എനിക്ക് ഡൗട്ട് അടിച്ചു. അന്ന് മിമിക്രിക്ക് എനിക്ക് ഫസ്റ്റ് കിട്ടില്ല. സബ് ജില്ലയിലും ജില്ലയിലൊക്കെ അന്ന് ആങ്കറായിട്ട് 2 വട്ടം. എനിക്ക് 8ലെ 9ലാണ് 2 വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയാ വന്നു ഇപ്പൊ സ്റ്റാളില്. കൊള്ളാം. ശരി, നമ്മുടെ ഒരു ചാനല് അറിയോ? വി ആർ ഗുരുവായൂർ. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല പറഞ്ഞില്ല. അങ്ങനെ തിരക്കായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാള് അന്നപ്പോ കണ്ടതാണ്. മാളു ഗുരുവായൂർ ചേച്ചി ഞങ്ങക്ക് എന്റെ കലോത്സവത്തിന്, അതായത് 8ഉം 9നും കലോത്സവം ഉണ്ടായിരുന്നു. മുൻകർക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ അവിടെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചേച്ചിയാണിത് അല്ലേ? അതെ, സ്റ്റാൾ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ സി കേരളത്തിലെ ആക്ടറും കൂടിയാണ് അല്ലേ? കേരളത്തിലെ സീരിയലാണ്. സുധാമണി സൂപ്പർ സീരിയലായിരുന്നു. ഇപ്പൊ മഴവിൽ മനോരമയില് മീനൂസ് കിച്ചൺ. മീനൂസ് കിച്ചൺ അറിയാം. പിന്നെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന അമൃത TV കോമഡി മാസ്റ്റേഴ്സ് ആണ്. കോമഡി മാസ്റ്റേഴ്സ് അതിപ്പോ റൂട്ട് മാറിയിട്ട് ഇപ്പൊ അവരും പിന്നെ അഖില് അങ്ങനെയുള്ള നോബി ചേട്ടാൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ.
തന്നെയാണ് ഒരുപാട് ഞാൻ അന്ന് പ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് അതെ അതെ ആങ്കറിങ് ചെയ്ത അതെ ശരിയാണ്. ശരി ഓക്കെ സന്തോഷം. നമ്മള് ഷോപ്പുകളിൽ കിട്ടുന്ന ഒരു ഐറ്റം അല്ല മാം. സാധാരണ സ്കെച്ച് പെൻ നോർമൽ പേനയാണ് സാറേ യൂസ് ചെയ്യുന്നത്. യൂട്യൂബിലൂടെ വൈറലായ ഒരു പ്രോഡക്റ്റ് ആണിത്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പേന സ്കെച്ച്. നമുക്കിത് എങ്ങനെ ഊതിയാലും വരില്ല എന്നറിയാം, കാരണം ഇത് സീൽഡാണ്. സാറേ പേന ഡയറക്റ്റ്ലി പേനയിൽ വെക്കുക, ക്ലോസ് ചെയ്യാം. നമ്മൾ ബലൂൺ ഊതുന്ന പോലെ ചിത്രങ്ങൾ വെക്കുക, ചിത്രങ്ങളിലേക്ക് ജസ്റ്റ് ഊതി കൊടുക്കുക, പെയിന്റിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പേന തീരുമ്പോൾ സാറേ സാധാരണ സ്കെച്ച് പേന കുഞ്ഞുങ്ങൾക്ക് കളക്ട് ചെയ്യാം. ഇത് ഒരിക്കലും കളയാതെ വെക്കാം. 1ാം സ്റ്റാൻഡേർഡ് തൊട്ട് +2 വരെയുള്ള കുട്ടികൾക്ക് അസൈൻമെന്റുകൾ, ഗ്രീറ്റിംഗ് വർക്ക്, പ്രൊജക്ടുകൾ, ഡിസൈനിങ് വർക്ക്, അങ്ങനെ എന്ത് വേണമെങ്കിലും മക്കൾക്ക് ചെയ്യാം. ഇതുപോലെ നമുക്ക് പെയിന്റിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ലൈഫ് ലോങ് ആണ്, ഞങ്ങളുടെ മാത്രം പ്രോഡക്റ്റ് ആണ്. ഇതിൽ നമ്മൾ തരുന്നത് പടങ്ങൾ വരുന്നുണ്ട്, സ്പ്രെയർ വരുന്നുണ്ട്, സ്കെച്ച് ഉണ്ട്. നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്ന റേറ്റ് 300 രൂപയാണ്. ഇവിടെ നമ്മൾ ഓഫറിൽ തരുവാണ് 200 റുപ്പീസ് ഉള്ളൂ. സൂക്ഷിച്ചു വെക്കാം, പെർമനന്റ് ആയിട്ട് പെയിന്റിങ് ചെയ്യാം. 200 രൂപയേ ഉള്ളൂ കുട്ടികൾക്ക് പെയിന്റിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. സൂക്ഷിച്ചു വെക്കാം, ലൈഫ് ലോങ് ആണ്, റീയൂസബിൾ ആണ്. താങ്ക് യു. കൊള്ളാം, അടിപൊളി. ഇവിടെ +1 +2 അസൈൻമെന്റ്സിനൊക്കെ അതുപോലെ ഞാൻ കണ്ട യൂട്യൂബിൽ കണ്ടു, ചേച്ചി പറഞ്ഞ കറക്റ്റാണ്. ചേട്ടന് വൈറലായ ഒരു വീഡിയോ ആയിരുന്നു അത്. എല്ലാ തരത്തിലും പടം വരയ്ക്കാൻ, ആനകളുടെ ആണെങ്കിലും എല്ലാം നല്ല സൂപ്പറായിട്ട് വരയ്ക്കാൻ പറ്റും. വരയ്ക്കാൻ അറിയാത്തവർക്ക് തന്നെ ആ രീതിയിൽ വെക്കുമ്പോ തന്നെ കളർ ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റും. ഭിത്തിയിലൊക്കെ അങ്ങനെ വെക്കുമല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട് ഭിത്തിയിലൊക്കെ ഓരോരുത്തരും ഇങ്ങനെ വെച്ചിട്ടുള്ള ഫോട്ടോസ് ഒക്കെ അടിപൊളി സംഭവത്തിനുണ്ട്. സാരികളുണ്ട് അവിടെ, വെറൈറ്റി സാരികളുണ്ട്. 1050 ഇതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞത്. പക്ഷെ എന്താ പറയാ, റിഡക്ഷൻ ഉണ്ട്, 850 രൂപയ്ക്ക് റിഡക്ഷൻ. അപ്പോ ആ സാരി വാങ്ങിക്കുമ്പോ അതിന് ചേർന്നിട്ടുള്ള കുപ്പിയോളം ഇവിടെ കിട്ടും. അതെ, കുപ്പിയോളം സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. അങ്ങനെ കുറെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കണ്ടില്ല, കുറെ ഓർണമെന്റ്സും മാലകളൊക്കെ ഉണ്ട്. കൊള്ളാം, കളറൊക്കെ കൊള്ളാം, അടിപൊളിയാണ്. ഇതിനെ കുറിച്ച് അങ്ങനെ അറിയില്ല അല്ലേ ചാ? അതെ, ഞാൻ അറിയില്ല. കൊള്ളാട്ടോ, നല്ല കളർ ഐറ്റംസ് ഫുള്ള്. ഇവിടെയൊക്കെ മൊത്തം കുപ്പിയോളാണ്. ഡയമണ്ടിന്റെ മാലകളൊക്കെ ഉണ്ട്. കുപ്പിയോളല്ലല്ലോ, സാധാ വളയല്ല, ഡയമണ്ട് മോഡല്. സൂപ്പറായിട്ട് നല്ല നല്ല രസമുള്ള കല്ലുകളാണ്. റേറ്റ് ഉണ്ട് അതിന്. അതെ, റേറ്റ് ഉണ്ട്. കൊള്ളാം. പിന്നെ കുറെ വാളകളൊക്കെ ഉണ്ട്, നല്ല കളർഫുൾ ആയിട്ടുള്ള വാളകൾ. പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം, കുറെ ഐറ്റംസുകൾ ഉണ്ടല്ലോ. അപ്പൊ നമുക്കിനി അങ്ങോട്ട് കണ്ടില്ലേ, ഇവിടെ ഇഷ്ടം പോലെ വളകളും കാര്യങ്ങളൊക്കെ കേട്ടല്ലേ. അപ്പൊ നല്ല കളറുകളുള്ള വളകൾ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഇവിടെ വന്ന നല്ല വളകൾ ഉള്ളൊരു ചേട്ടനാണ്. ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, നല്ല കളർഫുൾ ആയിട്ടുള്ള അല്ലേ ചാ? കൊള്ളാം, അടിപൊളിയാണ് സംഭവങ്ങളൊക്കെ. नेम और भी है। माय नेम इज सिकंदर कुमार रावत। सिकंदर कुमार, आहा। और भी ये हमारे स्टोर है, इसमें भी आप देख लीजिए, बहुत सारा कलेक्शन है। हाँ, ये बड़े फुल कलेक्शन। ജയ്പൂർ രാജസ്ഥാൻ സ്റ്റഫുകൾക്കും എംബ്രോയിഡറിക്ക് പ്രത്യേക കളറാണ്. ഓക്കെ, സോ നൈസ് ആയിട്ടുണ്ട് ഈ സ്ഥലങ്ങൾ, സംഭവം. അപ്പൊ കൊള്ളാട്ടെ, ഇവിടെ കൊള്ളായിരുന്നു. ഇത് കാണുമ്പോ എംബ്രോയിഡറി തോന്നില്ല, പക്ഷെ ഇത് എംബ്രോയിഡറി അല്ല, പ്രിന്റിൽ വരുന്നതാണ്. എന്ത് രസം നോക്കിയ പ്രിന്റ് വന്നിരിക്കുന്നത്, നല്ല ഭംഗിയുള്ള. ഞെട്ടിച്ചുകൊണ്ടാണ് ജാർഖണ്ഡിൽ നിന്ന് ഒരു വന്നിരിക്കുന്നത്. ഇതാണ് കളക്ഷൻസ് ആണ്. സാരി വിത്ത് ദുപ്പട്ട, 20 സാരി വിത്ത് ദുപ്പട്ട. കൊള്ളാം. രാജസ്ഥാൻ ഫുള്ള് രാജസ്ഥാനാണല്ലോ. രാജസ്ഥാൻ കൊള്ളല്ലേ, എല്ലാത്തരം അച്ചാറുകളും, രാമൻകുട്ടി അച്ചാർ മുതല് എല്ലാതരം അച്ചാറുകളുണ്ട്. കൊള്ളാം. ഇല്ല, മാങ്ങ അച്ചാർ, ഉപ്പിലിട്ട മാങ്ങ കാണുമ്പോൾ പ്രത്യേകത വെച്ചാല് നമ്മളൊക്കെ ഉപ്പിട്ടിട്ടില്ലേ, ഇത് ഉപ്പ് കുറഞ്ഞ രാജസ്ഥാൻ അച്ചാറാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ മുഖം പറയുന്നത് സ്കിൻ കെയർ ആണ് കൂടുതലുള്ളത്. അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കളവാണല്ലേ, അതാണ് ഈ കളവത്തിന്റെ അർത്ഥം. പിന്നെ അതിന്റെ കത്തറുകളാണത്. കഞ്ഞിപ്പശ, ഖാദിയുടെ സോപ്പുകൾ, നമ്മളെല്ലാ സോപ്പും മുഖത്തോട്ടേക്ക് മസാജ് ചെയ്യൊക്കെ കരിവാളിപ്പെട്ട ഫ്രഷ്നസ് കിട്ടും. ഖാദിയുടെ കഴിയുമ്പോ അതുപോലെ നമ്പറുണ്ട്, ഓൺലൈൻ സെയിലുണ്ട്. കൊള്ളാം.
ഖാദിയുടെ സോപ്പുകളാണ് കേട്ടോ അതൊക്കെ കംപ്ലീറ്റ്. അതെ അതെ ഖാദി ഉൽപ്പന്നത്തിന്റെ അതെ അതുപോലെ തന്നെ സോപ്പുകളാണിത്. നാടൻ ഖാദി സോപ്പ്. അത് ഞാൻ ഈ സംഭവമൊക്കെ ഉണ്ടല്ലോ, ഇത് സാരികളുടെ കളക്ഷനാണ്. അതെ സാരിയുടെ കളക്ഷൻ അതല്ല, ഞാൻ ഈ സോപ്പ് നമ്മൾ മുഖമൊക്കെ ഇച്ചിരി സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദേശം കറുപ്പ് കളറും ഈ വെയിലത്തൊക്കെ പോയി വന്നതിനുണ്ടല്ലോ സോപ്പ് വെക്കായിരുന്നു മുന്നേക്കെ. അപ്പൊ എന്നെ തന്നെ ഡ്രൈ സ്കിന്ന് പോലെയാ സോപ്പ് വെച്ചാൽ വല്ലാണ്ട് ഇങ്ങനെ വരണം. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ ഈ ഡ്രൈ സ്കിന്നുള്ളവർക്ക് സോപ്പൊക്കെ തേച്ചുണ്ടല്ലോ ഭയങ്കര ടഫാണ് എത്തും പറഞ്ഞത്. എനിക്കൊക്കെ അങ്ങനെ ഇവിടെ നിന്നൊക്കെ ഒരു സാധനമൊക്കെ പേടി. സോപ്പ് ഐറ്റംസ് എത്ര പറ്റില്ല. വേറെ ഓയിൽ മേടിച്ചിട്ടുണ്ടല്ലോ. ഓയിൽ വാങ്ങിച്ചിട്ടുണ്ടാ നമ്മളൊരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പൊ എന്താ പറയുക സാരിയുടെ കാര്യങ്ങള്, സാരിയുടെ ഒരു കളക്ഷൻ ആട്ടോ. എന്ത് ഭംഗിയുള്ള സാരി നോക്കി, ബ്ലാക്ക് നല്ല ഭംഗിയുള്ള ഒത്തിരി സാരികൾ കിട്ടും. എന്ത് തിരക്കാലെച്ചാ ഇനി വൈകുന്തോറും ഇപ്പൊ മാക്സിമം ഒരു 3:30 മണി സമയം കേട്ടോ. ഇനി ഇവിടെ നിന്ന് 4 മണി 5 മണി ആകുമ്പോഴേക്കും തിരക്ക് കൂടി വരും. കാരണം ആൾക്കാർ ഫ്രീ ആവും തോറും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. നല്ല സാരികളാ ബ്ലാക്ക്. അവസാന സ്ഥലത്തേക്ക് എത്താറായി സാരി അത്. അതുപോലെ ഈ ഇതിങ്ങോട്ട് നോക്കിയ സാരി കൊള്ളാം, അടിപൊളിയാണ്. നമ്മള് വന്നപ്പോ തൊട്ട് സാരി ദുപ്പട്ട ജുബ്ബ അതുപോലെ തന്നെ ജുബ്ബ കണ്ടില്ലല്ലോ നമ്മള്. ജുബ്ബ കണ്ടില്ല. നമ്മൾ ആദ്യം ജുബ്ബ കണ്ടിച്ചെങ്കിൽ ഒരു ജുബ്ബ വാങ്ങിക്കാനുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. ജുബ്ബ കണ്ടില്ല. അപ്പൊ ഞങ്ങള് നടന്ന് വന്ന് അവസാന സ്റ്റെപ്പിലേക്ക് എത്തി. ഇവിടെ അതേപോലെ സ്റ്റെപ്പിൽ ഇറങ്ങാൻ പോകുന്നില്ല. മെറ്റീരിയൽ ആണ് കംപ്ലീറ്റ്. മെറ്റീരിയലും സാരികളും റണ്ണിങ് ഇഷ്ടംപോലെ റണ്ണിങ്ങുണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ് റണ്ണിങ് മെറ്റീരിയൽ, പ്ലെയിൻ റണ്ണിങ് മെറ്റീരിയൽ ഉണ്ട്. സിൽക്ക് കോട്ടണിൽ വരുന്ന റണ്ണിങ് മെറ്റീരിയലാണ് അതൊക്കെ. അതുപോലെ തന്നെ മറ്റേ എന്താ ചുരിദാർ സെറ്റുകളുണ്ട്. കൊള്ളാം, അടിപൊളി. ഇത് എന്ത് സാരി ബൈ? ചന്ദേരി സിൽക്കിൽ വരുന്നതാണ് ഇതിലൊക്കെ. ആ ബീഹാർ സാരികള്. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇതിൻ്റെയൊക്കെ 1050. ലിനൻ കോട്ടൺ. ഓ ലിനൻ കോട്ടണിൽ വരുന്ന സാരിയാണത് കേട്ടോ. ഓ നല്ല കോട്ടൺ ട്ടാ. നല്ല സോഫ്റ്റ് കോട്ടൺ. അതെ അത് കൊള്ളാം, നല്ല സോഫ്റ്റ് കോട്ടൺ ആണത് ലിനൻ കോട്ടൺ. ഇവിടെ വന്നതിന് എന്തൊക്കെയല്ലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ 850 850. നമുക്കൊരു സ്റ്റെപ്പ് കാണാനുണ്ട്, എങ്ങോട്ടാന്നറിയില്ല. അവസാനമായി തോന്നുന്നില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഷുഗറിന് പകരം ഷുഗർ ഉള്ളവർക്കും. അതെന്തോ ഷുഗറിന് പകരം ഷുഗർ ഉള്ളവർക്കും. അത് അവസാനം അടിയിലെത്തി കഴിഞ്ഞിട്ടില്ല. ഇനിയുണ്ട്, ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ കുറെ ഐറ്റംസുകളും കാര്യങ്ങളും, ജ്യൂസ് അങ്ങനെ. കാന്താരി സർബത്ത്. നമ്മളെ ഈ ഫാനൊക്കെ ഉണ്ടല്ലേ, നമ്മുടെ ഈ കറണ്ടൊക്കെ പോയിക്കാൻ അതിനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ധനസഹായം, ഇവിടെ വരുന്നവർക്ക് ധനസഹായം, അങ്ങനെ നമ്മളിങ്ങനെ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഇങ്ങനത്തെ ഒരു ബാഗ് നമ്മുടെ പ്രണവ് മോഹൻലാൽ ഇട്ട് കിടക്കുന്നത് കാണാൻ പറ്റും. ആളിങ്ങനത്തെ ബാഗാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എയർപോർട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ കാണാം ഇങ്ങനത്തെ ബാഗ് ഇട്ട് തരുന്നത് പ്രണവ്.